Hello all, welcome to MFavor Learning app. So let's start the session. ആരൊക്കെ ലൈവ് ക്ലാസ്സിലുള്ളവരെന്ന് വെച്ചാൽ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് പുഷ് ആൻഡ് പുൾ മിക്സ് ദെൻ പബ്ലിക് റിലേഷൻ. ഓക്കെ, നമ്മളുടെ മൊഡ്യൂൾ 9 മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. സോ നമ്മളുടെ മൊഡ്യൂൾ 1 അക്കൗണ്ടിങ്, മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മൊഡ്യൂൾ 3 കോസ്റ്റ് അക്കൗണ്ടിങ്, മൊഡ്യൂൾ 4 മാനേജ്മെൻറ്റ്, നെക്സ്റ്റ് മൊഡ്യൂൾ 5 മാനേജ്മെൻറ്റ് എക്കണോമിക്സ്, മൊഡ്യൂൾ 6 ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, മൊഡ്യൂൾ 7 ഫിനാൻഷ്യൽ മാർക്കറ്റ്, മൊഡ്യൂൾ 8 ഇൻകം ടാക്സ്, മൊഡ്യൂൾ 9 മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തോടെ കംപ്ലീറ്റ് ആവുക. മൊഡ്യൂൾ 9 ഇന്നത്തോടെ ഫിനിഷ് ആകും. സോ നിങ്ങൾ ഓരോ ടോപ്പിക്സും വളരെ നല്ല രീതിയിൽ പഠിക്കുക. സോ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. ഇനി വളരെ കുറച്ച് ഡേയ്സ് മാത്രമേ, വെരി ഫ്യൂ ഡേയ്സ് മാത്രമേ മുന്നോട്ടുള്ളൂ. സോ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് നന്നായി പഠിക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ സ്റ്റാർട്ട് ദി സെഷൻ. ടോപ്പിക് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് പുഷ് ആൻഡ് പുൾ മിക്സ് ദെൻ പബ്ലിക് റിലേഷൻ ആണ്. നമുക്ക് നോക്കാം. ആക്ച്വലി കൺസെപ്റ്റ് ഓഫ് പുഷ് ആൻഡ് പുൾ മിക്സ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ മാർക്കറ്റിംഗ് പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ തന്നെ. ഈ മാർക്കറ്റിംഗ് പ്രൊമോഷൻ സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ സെർട്ടൈൻ ടെക്നിക്സ് ആയിക്കോട്ടെ, സ്ട്രാറ്റജീസ് ആയിക്കോട്ടെ എന്തിനാ അഡോപ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് വന്നിട്ട് ഒന്നുകൂടെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സോ മാർക്കറ്റിംഗ് ഒന്നുകൂടെ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പുഷ് ആൻഡ് പുൾ മിക്സ് പറയുന്നത് എന്ത് ചെയ്തിരിക്കുക, അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിംഗ് പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ. ഓക്കെ, സോ കോൺസെപ്റ്റ് ഓഫ് പുഷ് ആൻഡ് പുൾ മിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിംഗ് പ്രൊമോഷൻ സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്നത്. അതായത് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനും പ്രോഡക്റ്റിൻ്റെ സെയിൽസ് കൂട്ടാനും നല്ല ഗുഡ് വിൽ റെപ്യൂട്ടേഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നുള്ളത് മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുക പുഷ് ആൻഡ് പുൾ എന്നുള്ളത്. ആക്ച്വലി അവിടെ എന്താ പറയുന്നത് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കമ്പനി വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഡെലിവർ ചെയ്ത് കൊടുക്കണേ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. സോ എങ്ങനെ ഇവർ ആക്ച്വലി പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡെലിവർ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ത്രൂ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വഴിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രോഡക്റ്റ് വന്നിട്ട് കസ്റ്റമറുടെ അടുത്ത് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത്. സോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഡെലിവർ ഇറ്റ്സ് പ്രോഡക്റ്റ് ടു ഫൈനൽ കൺസ്യൂമേഴ്സ് ത്രൂ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡെലിവർ ചെയ്ത് കൊടുക്കുകയാണ്. ആർക്കാ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫൈനൽ കൺസ്യൂമേഴ്സാണ് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത്. സോ ഏതിലൂടെയാണ് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെയാണ് എന്ത് ചെയ്യണേ, പ്രോഡക്റ്റ് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ആണ് പുഷ് ആൻഡ് പുൾ മിക്സ് ആണ്. ഇനി നമുക്ക് പുഷ് ആൻഡ് പുൾ മിക്സ് ആദ്യം എന്താണെന്ന് നോക്കാം. പുഷ് ആൻഡ് പുൾ മിക്സ് അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്തൊന്ന് സമ്മറൈസ് ചെയ്താൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പുഷ് ആൻഡ് പുൾ മിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കമ്പനി വന്നിട്ട് ആക്ച്വലി ആ പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഡെലിവർ ചെയ്ത് കൊടുക്കുകയാണ് കൺസ്യൂമേഴ്സിന് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ. അപ്പോൾ പുഷ് ആൻഡ് പുൾ മിക്സിൽ പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജി പറയുന്നത്, പുഷ് ആൻഡ് പുൾ മിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അവിടെ സെർട്ടൈൻ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. കമ്പനീസാണ് ആ പ്രൊമോഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് കമ്പനീസ് വന്നിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് മൂവ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ആ പ്രോഡക്റ്റ് മൂവ് ചെയ്യിപ്പിച്ചിട്ട് കസ്റ്റമേഴ്സിൻ്റെ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് അട്രാക്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിച്ച് ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, ബൈ ചെയ്യിപ്പിക്കുക. മനസ്സിലായോ? അപ്പോൾ പുഷ് ആൻഡ് പുൾ മിക്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അവരുടെ സെർട്ടൈൻ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെർട്ടൈൻ ടെക്നിക്സും സ്ട്രാറ്റജീസും മെത്തേഡ്സാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. സോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്ത് പോകാറുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. സോ ഇതിലൂടെ കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് എന്തിനാ അട്രാക്റ്റ് ആവാനും ആ പ്രോഡക്റ്റ് ബൈ ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കമ്പനീസ് വന്നിട്ട് രണ്ട് സ്ട്രാറ്റജീസാണ് ആക്ച്വലി യൂസ് ചെയ്യുക. ഏതൊക്കെ സ്ട്രാറ്റജീസ് പറഞ്ഞാൽ പുഷ് സ്ട്രാറ്റജി യൂസ് ചെയ്യും, പുൾ സ്ട്രാറ്റജി യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ആവാനും അതേപോലെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, കമ്പനി യൂസ് ചെയ്യുക ഈ പുഷ് സ്ട്രാറ്റജിയും പുൾ സ്ട്രാറ്റജിയും ഉണ്ട്. ഓക്കെ, സോ അതാണ് കമ്പനി യൂസേഴ്സ് ബോത്ത് പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജി. സോ ഇതിനാണ് രണ്ട് സ്ട്രാറ്റജി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫോർ ഇൻക്രീസിങ് സെയിൽസും അതേപോലെ മാർക്കറ്റ് ഡിമാൻഡും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്താണ് പുൾ സ്ട്രാറ്റജി നോക്കാം. പുൾ സ്ട്രാറ്റജി പറഞ്ഞാൽ എന്താണ് മെയിനായിട്ട്, അതായത് പ്രോഡക്റ്റ് വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മെയിനായിട്ട് ഇൻ്റർമീഡിയറ്റ്സിലൂടെ പ്രോഡക്റ്റ് ഒന്നുകൂടെ എന്ത് ചെയ്യുക, പുഷ് ചെയ്യിപ്പിക്കുക, ദാറ്റ് മീൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, സെയിൽസ് കൂട്ടുക. അതായത് ഇപ്പോൾ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഹോൾസെയിലർ, റീറ്റെയിലർ ഇതൊക്കെ കൂടെ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് ഒന്നും കൂടെ എന്ത് ചെയ്യുക, പുഷ് ചെയ്യിപ്പിക്കുക. മനസ്സിലായോ? ഇൻ്റർമീഡിയറ്റ്സിലുള്ളതാണ് ഫോക്കസ് ഓൺ പുഷിങ് ദ പ്രോഡക്റ്റ് ത്രൂ ഇൻ്റർമീഡിയറ്റ്സിലൂടെ എന്ത് ചെയ്യുക, ആ പ്രോഡക്റ്റ് പുഷ് ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യിപ്പിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുൾ സ്ട്രാറ്റജി പറഞ്ഞു വെച്ചാൽ ആക്ച്വലി അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രോഡക്റ്റിൻ്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ്സിലൂടെ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സർട്ടൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതാണ്. പുൾ സ്ട്രാറ്റജി പറഞ്ഞാൽ ആക്ച്വലി എന്ത് ചെയ്യുക, കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ തന്നെ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് വന്നിട്ട് ചോദിക്കാൻ സാധിക്കും. അതാണ് ഒരു ഡിമാൻഡ് വന്നിട്ട് കൺസ്യൂമർ ഇടയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് പുൾ സ്ട്രാറ്റജി. ഓക്കെ, നമുക്കിനി പുഷ് സ്ട്രാറ്റജി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പ്രൊമോഷൻ മെത്തേഡോ സ്ട്രാറ്റജിയോ ടെക്നിക്സോ ആണ് യൂസ് ചെയ്യുക. മാനുഫാക്ചർ എന്ത് ചെയ്യും എന്നാൽ പ്രോഡക്റ്റ് വന്നിട്ട് പുഷ് ചെയ്ത് കൊടുക്കും. പുഷ് ചെയ്യുക പറഞ്ഞാൽ
നമ്മളൊരു ചെയിൻ പഠിച്ചിട്ടില്ലേ, ആദ്യം മാനുഫാക്ചറർ, പിന്നെ ഹോൾസെയിലർ, പിന്നെ റീറ്റെയിലർ, കൺസ്യൂമർ. അപ്പോൾ മാനുഫാക്ചർ ആദ്യം പ്രോഡക്റ്റ് മൂവ് ആകാൻ വേണ്ടി ഒന്നും കൂടെ പുഷ് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ. എന്നിട്ട് ഹോൾസെയിലറിനെ കൺവിൻസ് ചെയ്യും ആ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. ഹോൾസെയിലർ ആരെ കൺവിൻസ് ചെയ്യും? നെക്സ്റ്റ് റീറ്റെയിലറിനെ. എന്നിട്ട് എന്ത് ചെയ്യും? അവർ സ്റ്റോക്ക് ചെയ്യും, ആ പ്രോഡക്റ്റ് ഒന്നുകൂടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യും, കൂട്ടും. അപ്പോൾ കമ്പനി മെയിനായിട്ട് ആരെ ടാർഗറ്റ് ചെയ്യണേ പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ്സിനെ ടാർഗറ്റ് ചെയ്യണം. കൺസ്യൂമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാളും അവർ കൂടുതലായി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇൻ്റർമീഡിയറ്റ്സിനെയാണ്. സോ അതാണ് കമ്പനി മെയിൻലി ടാർഗറ്റ് ഇൻ്റർമീഡിയറ്റ്സ് റേദർ ദാൻ കൺസ്യൂമേഴ്സിനേക്കാളും കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ്സിനാണ്. അപ്പോൾ പുഷ് സ്ട്രാറ്റജി എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊമോഷണൽ മെത്തേഡ്സോ ടെക്നിക്സോ ഒരു പ്രൊമോഷണൽ അപ്രോച്ചോ ആണ്. മാനുഫാക്ചറാണ് ആ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് വന്നിട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കണേ. ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെയാണ് പ്രോഡക്റ്റിൻ്റെ സെയിൽസ് കൂട്ടുന്നത്. സോ അപ്പോൾ ഇതിലൂടെ ആദ്യം അവർ ആരെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവർ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് റാദർ ദാൻ കൺസ്യൂമേഴ്സ്. മനസ്സിലായോ? ആദ്യം ഹോൾസെയിലിനെ കൺവൈൻസ് ചെയ്യുന്നു, ദെൻ ഹോൾസെയിൽ റീറ്റെയിലർക്ക് കൊടുക്കുന്നു, റീറ്റെയിൽ ആ പ്രോഡക്റ്റ് സ്റ്റോക്ക് ചെയ്ത് ദെൻ പ്രൊമോട്ട് ചെയ്യുന്നു. സോ കമ്പനി മെയിനായിട്ട് അവർ ഇൻ്റർമീഡിയറ്റ്സിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഫ്ലോ ഓഫ് പുഷ് സ്ട്രാറ്റജി എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ആദ്യം മാനുഫാക്ചറാണ്, ദെൻ ഹോൾസെയിലറാണ്, ദെൻ റീറ്റെയിലറാണ്, ദെൻ കൺസ്യൂമറാണ്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം മെത്തേഡ്സ് ആണ് ആക്ച്വലി യൂസ് ചെയ്യാതെ നമുക്ക് നോക്കാം. നീതു ക്ലിയർ ആയോ? ആരൊക്കെയാണ് ലൈവ് ക്ലാസ്സിലുള്ളവരെന്ന് വെച്ചാൽ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. അപ്പം അതേപോലെ തന്നെ എന്തെല്ലാം മെത്തേഡ്സ് ആണ് ആക്ച്വലി പുഷ് സ്ട്രാറ്റജിയിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ കമ്പനി ആക്ച്വലി ഡിഫറെൻറ്റ് പ്രൊമോഷൻ ടൂൾസ് ആണ് ആക്ച്വലി യൂസ് ചെയ്യുക പ്രോഡക്റ്റ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഡിസ്കൗണ്ട് വന്നിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക റീറ്റെയിലറിന്, ഇൻസെൻറ്റീവ്സ് വന്നിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ട്രേഡ് ഇൻക്രീസ് ആകാൻ വേണ്ടി ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക. പേഴ്സണലായിട്ട് തന്നെ സെല്ലർ ഡയറക്റ്റായിട്ട് ബയ്യർ എടുത്ത് പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് കൊടുക്കുക. അലവൻസ് കാര്യങ്ങളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഡീലറിനൊക്കെ ഫ്രീ സാമ്പിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഗിഫ്റ്റ് കൂപ്പൺ ഡിസ്കൗണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതാണ്. സോ ഡിസ്കൗണ്ട് ആർക്കാ കൊടുക്കുക? ട്രേഡ് നടത്തുന്ന സമയത്ത് ഡിസ്കൗണ്ട് റീറ്റെയിലേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇൻസെൻറ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഒന്നുകൂടെ പ്രോഡക്റ്റ് വന്നിട്ട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി സെയിൽസ് വന്നിട്ട് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യുക? അലവൻസും കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. അതേപോലെ ഫ്രീ സാമ്പിളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ദെൻ എക്സാമ്പിൾസ് ഓഫ് എന്തൊക്കെയാണ് പുഷ് സ്ട്രാറ്റജി പറഞ്ഞാൽ മെയിനായിട്ട് ഒരു ന്യൂ ഷാമ്പൂ ബ്രാൻഡ് വന്നിട്ട് ആർക്ക് കൊടുക്കുകയാണ്? റീറ്റെയിലേഴ്സിന് കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ എന്താണുള്ളത്? അതായത് പ്രോഫിറ്റ് എക്സ്ട്രാ അവർക്ക് വരും, ഒന്ന് ഫ്രീ ഡിസ്പ്ലേ വരും, അതേപോലെ ഡിസ്കൗണ്ട് സ്കീംസ് വന്നിട്ട് അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ റീറ്റെയിലേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യും? ആ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യും, ഒന്നും കൂടെ പ്രോഡക്റ്റ് കൺസ്യൂമർക്ക് പുഷ് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യും. അതിലൂടെ പ്രോഡക്റ്റിന് സെയിൽസ് കൂടും. അതാണ് ഉദ്ദേശിക്കുന്നത്. പുഷ് സ്ട്രാറ്റജി പറഞ്ഞാൽ ഒരു ന്യൂ ഷാമ്പ് ബ്രാൻഡ് വന്നിട്ട് റീറ്റെയിലേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടും, ഫ്രീ ഡിസ്പ്ലേ കിട്ടും, ഡിസ്കൗണ്ട് സ്കീംസ് പ്രൊവൈഡ് ചെയ്യാം. റീറ്റെയിലേഴ്സ് ഒന്നും കൂടെ കസ്റ്റമേഴ്സിന് റെക്കമെൻഡ് ചെയ്യും ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനും സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് പുഷ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി മെയിനായിട്ട് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യുക എന്ന് വെച്ചാൽ സ്റ്റോഴ്സിൽ, അതായത് ഇത്ര പ്രോഡക്റ്റ് ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് വന്നിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ കസ്റ്റമേഴ്സ് ഇപ്പോൾ ആ പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് അവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് എന്ത് ചെയ്യുക? ആദ്യം കൺഫേം വരുത്തുക. സോ അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് അവൈലബിലിറ്റി വന്നിട്ട് കൂട്ടുക. ദെൻ സ്ട്രോങ് റിലേഷൻഷിപ്പ് വന്നിട്ട് എപ്പോഴും ഡീലറായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക? ബിൽഡപ്പ് ചെയ്യുക. ദെൻ ന്യൂ പ്രോഡക്റ്റാണ് ഇതിൽ കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരിക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? കൂടുതലായിട്ടും ഈ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താ മെയിനായിട്ട് എന്ത് ചെയ്യുക? അത് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ വളരെ എഫക്റ്റീവായിട്ട് തന്നെ ആ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടായിരിക്കണം. ഈ ഹോൾസെയിലർ, റീറ്റെയിലർ, കൺസ്യൂമർ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ഇതൊക്കെയാണ് എന്താ അഡ്വാൻറ്റേജ് ഓഫ് പുഷ് സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്നത്. അതായത് പ്രോഡക്റ്റ് അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, ദെൻ സ്ട്രോങ് റിലേഷൻഷിപ്പ് എപ്പോഴും എന്ത് ചെയ്യുക? ഡീലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സോ മെയിനായിട്ട് ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഒന്നുകൂടെ എഫക്റ്റീവായിട്ട് തന്നെ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ലിമിറ്റേഷൻ ഓഫ് പുഷ് സ്ട്രാറ്റജിയാണ്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻ നോക്കാം. ആക്ച്വലി അവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ടും ഇൻ്റർമീഡിയറേറ്റ്സിനാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതേ ഇടയിലുള്ളവർ റേദർ ദാൻ കൺസ്യൂമേഴ്സ് പുഷ് സ്ട്രാറ്റജി കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇൻ്റർമീഡിയറേറ്റ്സിനെയാണ്. അപ്പോൾ അവിടെ കുറേ ട്രേഡ് ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളും ആക്ച്വലി റിക്വയർഡ് ആണ്. അവിടെ കൺസ്യൂമർ അവയർനെസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? വളരെ ലിമിറ്റഡ് ആണ്, കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കൂടുതലായിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഇൻ്റർമീഡിയറ്റ്സിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ട്രേഡ് ഇൻസെൻറ്റീവ്സ് കാര്യങ്ങൾ ഒരുപാട് ഹൈ ആയിട്ട് വേണം. കൺസ്യൂമർ അവയർനെസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ലിമിറ്റഡ് ആണ്. ഓക്കെ, വളരെ കുറവാണ്. സോ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് പുഷ് സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പുഷ് ആൻഡ് പുൾ മിക്സ് എന്ന് പറയുമ്പോൾ തന്നെ മാർക്കറ്റിംഗ്, പ്രൊമോഷൻ സ്ട്രാറ്റജി മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. കമ്പനി മെയിനായിട്ട് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ പ്രോഡക്റ്റ് എത്തിക്കണമെന്നുള്ളതാണ്. സോ പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജിയിൽ മെയിനായിട്ട് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആണ് അവിടെ കമ്പനീസ് യൂസ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ മൂവ് ചെയ്യിപ്പിച്ചിട്ട് കസ്റ്റമേഴ്സിനെ കൊണ്ട് അട്രാക്ട് ചെയ്യിപ്പിച്ച് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുക. സോ അപ്പോൾ അതിനുകൊണ്ട് ഇവിടെ കമ്പനി വന്നിട്ട് യൂസ് ചെയ്യുന്നത് പുൾ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു സെയിൽസ് കൂട്ടാനും മാർക്കറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനും. പുൾ സ്ട്രാറ്റജിയിൽ മെയിനായിട്ട് വന്നിട്ട് പ്രോഡക്റ്റ്
പുഷ് ചെയ്യിപ്പിച്ച് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക ഇൻ്റർമീഡിയറ്റിലൂടെ എന്നുള്ളതാണ്. ദെൻ പുൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പുൾ സ്ട്രാറ്റജീൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ആദ്യം മാനുഫാക്ചർ, ദെൻ ഹോൾസെയിൽ, ദെൻ റീറ്റെയിലർ, കൺസ്യൂമർ ആണ്. മെത്തേഡ്സ് എന്തൊക്കെയാണ് പറഞ്ഞാൽ ഡിസ്കൗണ്ട്, ഇൻസെൻറ്റീവ്സ്, പ്രൊമോഷൻ, പേഴ്സൺ സെല്ലിംഗ്, അലവൻസ്, സാമ്പിൾസ് ആണ്. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് പുൾ സ്ട്രാറ്റജി, ദെൻ ലിമിറ്റേഷൻ ഓഫ് പുൾ സ്ട്രാറ്റജി. ദെൻ ഇനി നമുക്ക് നോക്കാം എന്താണ് പുൾ സ്ട്രാറ്റജി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പുഷ് സ്ട്രാറ്റജി ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓ അപർണ വന്നോ? കഴിഞ്ഞ ദിവസം കണ്ടില്ലല്ലോ. നീതു, അപർണ ക്ലിയർ ആയോ? വേറെ ആരൊക്കെ ലൈവ് ക്ലാസ്സിലുള്ളതെന്ന് വെച്ചാൽ മെസ്സേജ് ഇട്ടേക്കണേ. നെക്സ്റ്റ് ആണ് പുൾ സ്ട്രാറ്റജി ആണ്. പുൾ സ്ട്രാറ്റജി പറഞ്ഞാൽ ആക്ച്വലി അതേപോലെ തന്നെ പ്രൊമോഷണൽ അപ്രോച്ചാണ്. കമ്പനി വന്നിട്ട് ഒരു സ്ട്രോങ് ഡിമാൻഡ് വന്നിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ അപ്പോൾ അതിലൂടെ എന്താണ് റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാമെന്ന്. ഓക്കെ, അതായത് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പനീസ് തന്നെ എന്ത് ചെയ്യണം? പുൾ സ്ട്രാറ്റജി പറഞ്ഞാൽ പ്രൊമോഷൻ, ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ, ആ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു സെർട്ടൻ ടെക്നിക്, സ്ട്രാറ്റജി, മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ കമ്പനി ഇതിലൂടെ സ്ട്രോങ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ. സോ അതിനുശേഷം എന്തെങ്കിലും റീറ്റെയിലേഴ്സിന് ചോദിക്കുക എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. മെയിൻ ആരിനെ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിനാണ്, അല്ലാതെ ഇൻ്റർമീഡിയറ്റ്സ് അല്ല. പക്ഷേ അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് പുഷ്. പുഷിൽ എന്താ ഇൻ്റർമീഡിയറ്റ്സിനെ ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ അല്ല. പക്ഷേ പുള്ളിൽ ആരെ ഫോക്കസ് ചെയ്യുന്നത്? ദി ഫോക്കസ് ഈസ് ഡയറക്ട്ലി ഓൺ കൺസ്യൂമേഴ്സ് ആൻഡ് നോട്ട് ഇൻ്റർമീഡിയറീസ്. ഓക്കെ, സോ ഫ്ലോ ഓഫ് ഫുൾ സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് മാനുഫാക്ചർ, ദെൻ കൺസ്യൂമർ, ദെൻ റീറ്റെയിലർ, ദെൻ ഹോൾസെയിലർ ആണ്. നെക്സ്റ്റ് കൺസ്യൂമർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, അതായത് പ്രോഡക്റ്റ് പുള്ള് ചെയ്തിട്ട് ആ ചാനലിലൂടെ പ്രോഡക്റ്റ് എന്ത് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. ബിക്കോസ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് കൺസ്യൂമറിനാണ്. മാനുഫാക്ചർ, ദെൻ കൺസ്യൂമർ, ദെൻ റീറ്റെയിലർ, ദെൻ ഹോൾസെയിലർ എന്നാണ് വരുന്നത്. അതായത് കൺസ്യൂമർ ആണ് എന്ത് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റിനെ കൺസ്യൂമറിനെ ഫോക്കസ് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റ് ആ ചാനലിലൂടെ വന്നിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മാനുഫാക്ചറാണ് കൺസ്യൂമറിന് കൊടുക്കുക, ദെൻ റീറ്റെയിൽ, ദെൻ ഹോൾസെയിലർ. അത് എന്താ മെത്തേഡ്സ് അവിടെ യൂസ് ചെയ്യുക പുൾ സ്ട്രാറ്റജിയിൽ നോക്കാം. സോ കമ്പനീസ് കസ്റ്റമേഴ്സ് അട്രാക്റ്റ് ആകാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് എന്തെല്ലാം മെത്തേഡ്സ് ആണ് ശരിക്കും അഡോപ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ അഡ്വർടൈസിങ്, ദെൻ സെയിൽസ് പ്രൊമോഷൻ. അപ്പോൾ അഡ്വർടൈസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സോഷ്യൽ മീഡിയാസിലൂടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ആവുമല്ലോ. അഡ്വർടൈസിങ്ങിലൂടെ സെയിൽസ് പ്രൊമോഷൻ, സെയിൽസ് കൂട്ടുക, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രോഡക്റ്റ്, അതേപോലത്തെ ഒരു ബ്രാൻഡ് ബിൽഡപ്പ് ചെയ്യുക, സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ്, അതായത് സെലിബ്രിറ്റിനെ വെച്ചിട്ടൊക്കെ നമ്മൾ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുക്കുമല്ലോ. അതുപോലെ പബ്ലിക്കായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, എപ്പോഴും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. സോ അഡ്വർടൈസിങ്, പ്രോഡക്റ്റ് അഡ്വർടൈസിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മീഡിയാസിൽ വന്നിട്ട് കൊടുക്കുക. സെയിൽസ് പ്രൊമോട്ട് ചെയ്യുക, സെയിൽസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, ഡിജിറ്റലി പ്രോഡക്റ്റ് വന്നിട്ട് ഇതേ മാർക്കറ്റ് ചെയ്ത് കൊടുക്കുക, ബ്രാൻഡ് ലോയൽറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, സെലിബ്രിറ്റി, ദെൻ പബ്ലിക് റിലേഷൻ. ഇതൊക്കെയാണ് മെത്തേഡ്സ് ശരിക്കും പുൾ സ്ട്രാറ്റജിയിൽ യൂസ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് പുൾ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനി അഡ്വർടൈസ് ചെയ്യുകയാണ് ടി വിയിൽ, സോഷ്യൽ മീഡിയയിൽ, ബിൽ ബോർഡിൽ, ഇതൊക്കെ. അപ്പോൾ കൺസ്യൂമർ ഷോപ്പിലോട്ട് പോകുന്നു, എന്നിട്ട് സ്പെസിഫിക് ആയിട്ട് ആ ബ്രാൻഡിനെ കുറിച്ച് ചോദിക്കുന്നു. ദെൻ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് അവരെ ഫോഴ്സ് ചെയ്യണം, അത് മേടിച്ച് വെക്കണം എന്നിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് ഫോഴ്സ് ചെയ്യുകയാണ്. മനസ്സിലായോ? അതാണ് ദീസ് എക്സാമ്പിൾസ് ഓഫ് ദി പുൾ സ്ട്രാറ്റജി. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് പുൾ സ്ട്രാറ്റജി എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ബ്രാൻഡ് ഡിമാൻഡ് വന്നിട്ട് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ ബ്രാൻഡ് ലോയൽറ്റി അവിടെ ബിൽഡപ്പ് ചെയ്ത് എടുക്കുക. ദെൻ അതായത് ഇൻ്റർമീഡിയറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും മോസ്റ്റ്ലി അവിടെ അവോയ്ഡ് ചെയ്യുക. അതാണ് റെഡ്യൂസ് ദ ഡിപ്പെൻസ് ആണ് ഇൻ്റർമീഡിയറ്റ്സ് ഉദ്ദേശിക്കുന്നത്. സോ അതേപോലത്തെ ലോങ് ടേം സെയിൽസ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ഇൻക്രീസ് ചെയ്യുക, ദാറ്റ് ഈസ് ഇംപ്രൂവ് ചെയ്യുക. ബിക്കോസ് അതാണ് മെയിൻ എയിം തന്നെ പറയുന്നത്. സോ അതാണ് അഡ്വാൻറ്റേജ് ഓഫ് പുൾ സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്നത്. ഒരു സ്ട്രോങ് ബ്രാൻഡ് ഡിമാൻഡ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ദെൻ അവിടെ ഒരു ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കുറവാക്കുക. അതേപോലെ ലോങ് ടേം സെയിൽസ് മെയിനായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം. സോ ഇതൊക്കെയാണ് എന്ത് അഡ്വാൻറ്റേജ് ഓഫ് ഫുൾ സ്ട്രാറ്റജി. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത് നോക്കാം ലിമിറ്റേഷൻസ് ഓഫ് ഫുൾ സ്ട്രാറ്റജിയാണ്. ലിമിറ്റേഷൻ ഓഫ് ഫുൾ സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെ തീർച്ചയായിട്ടും അവർ കൂടുതലായിട്ട് അവർക്ക് എന്താ കൂടുതലായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഹൈ അഡ്വർടൈസിങ് കോസ്റ്റാണ് ശരിക്കും എന്താണ് അവിടെ വേണ്ടത്. ഓക്കെ, അപ്പോൾ അഡ്വർടൈസിങ് കോസ്റ്റിലൂടെ മെയിനായിട്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഹൈ അഡ്വർടൈസിങ് കോസ്റ്റിംഗ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അവർക്ക് പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ പ്രോഫിറ്റ് അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് ഹൈ അഡ്വർടൈസിങ് കോസ്റ്റ് അവിടെ റിക്വയർഡ് ആണ്. അതേപോലെ ടൈം എടുക്കും ആ ബ്രാൻഡ് വന്നിട്ട് ആ ബ്രാൻഡിന് ഒരു നല്ല രീതിയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്ത് പോകാനും ബിൽഡപ്പ് ചെയ്തെടുക്കാനും ടൈം എടുക്കും. കാരണം ഒരു ബ്രാൻഡ് ലോയൽറ്റി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ക്രിയേറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളതിന് ഒരു ടൈം എടുത്തിട്ടായിരിക്കും അത് എന്ത് ചെയ്യുക, ആ ഡിമാൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ പ്രോഡക്റ്റിൽ ആ ബ്രാൻഡേ പർച്ചേസ് ചെയ്യുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വരുത്തുന്ന വരയ്ക്കും അതൊരു ടൈം എടുക്കും. എപ്പോഴും എഫക്റ്റീവ് ആവണമെന്നില്ല. ചിലപ്പോൾ ബ്രാൻഡിനെ കുറിച്ച് അറിയാത്തതൊക്കെ പ്രോഡക്റ്റൊക്കെ ഉള്ളത് എപ്പോഴും എഫക്റ്റീവ് ആവണമെന്നില്ല. അതാണ് പുൾ സ്ട്രാറ്റജിൻ്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പുൾ സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്ന കമ്പനി കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു പുൾ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു പ്രൊമോഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ്. കമ്പനി വന്നിട്ട് ഒരു സ്ട്രോങ് ഡിമാൻഡ് വന്നിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ വന്നിട്ട് റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കാനും അവരെ കൊണ്ട് ആ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യിപ്പിക്കുക. മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൺസ്യൂമറിനാണ്, അല്ല ഇൻ്റർമീഡിയറ്റ്സിനല്ല. അപ്പോൾ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ് മാനുഫാക്ചർ, ദെൻ കൺസ്യൂമർ, റീറ്റെയിലർ, ഹോൾസെയിലർ ആണ്. മെത്തേഡ്സ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുക. അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
മാർക്കറ്റിംഗ്, ബ്രാൻഡ് ബിൽഡിംഗ്, സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ്, പബ്ലിക് റിലേഷൻ. ദെൻ എക്സാമ്പിൾസ് ഓഫ് പുൾ സ്ട്രാറ്റജി ആണ്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജ് ഓഫ് പുൾ സ്ട്രാറ്റജി ആണ് സ്ട്രോങ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക, ബ്രാൻഡ് ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യുക, ഇന്നർമീഡിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറവാക്കുക, ലോങ് ടൈം സെയിൽസ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം പുഷും പുള്ളും കൂടെ ഉള്ള സ്ട്രാറ്റജി, രണ്ടും കൂടിയതാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പുഷ് നോക്കി, ദെൻ പുള്ള്. മോസ്റ്റ് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നതാണ് ഈ രണ്ട് കോമ്പിനേഷൻ. ഏതായി രണ്ട് കോമ്പിനേഷൻ? പുഷും പുൾ സ്ട്രാറ്റജിയും. അതിനെ പറയുന്നതാണ് എന്ത്? പുഷ് പുൾ മിക്സ്. പുഷ് സ്ട്രാറ്റജി പറഞ്ഞാൽ അവിടെ എന്താണ്? പ്രോഡക്റ്റ് ആ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണെന്ന് ആദ്യം ഉറപ്പുവരുത്തുക. പുൾ സ്ട്രാറ്റജി പറഞ്ഞാൽ അവിടെ കസ്റ്റമറിൻ്റെ അവിടെ ഡിമാൻഡ് ഉണ്ടെന്ന് ആദ്യം ഉറപ്പുവരുത്തുക. അതാണ്. ഓക്കെ, രണ്ടും കൂടെ മെയിൻ എയിം എന്താണ്? അവിടെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക, സെയിൽസ് കൂട്ടുക, ഗുഡ്വില്ല് കൂട്ടുക, റെപ്യൂട്ടേഷൻ കൂട്ടുക എന്നാണ് മെയിൻ എയിം. ഓക്കെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ എക്സാമ്പിൾസ് ഓഫ് പുഷും പുൾ മിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മൊബൈൽ ഫോൺ കമ്പനിയിൽ ഡീലറിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കണം. മനസ്സിലായോ? ഡീലർ ഇൻസെൻറ്റീവ്സ് പുഷ്. അപ്പോൾ അതായത് അവിടെ എന്താ, അതേപോലെ TV ആൻഡ് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് പറയുന്നത് എന്താണ് മെയിനായിട്ട്? പുള്ള്. അപ്പോൾ ഇവിടെ എന്താ ഉറപ്പ് വരുത്തേണ്ടത്? റീറ്റെയിലേഴ്സ് പ്രോഡക്റ്റ് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുക, കൺസ്യൂമർ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് പുഷ് ആൻഡ് പുള്ള്. ഇനി ഞാൻ അടുത്തതിലോട്ട് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ്? പബ്ലിക് റിലേഷൻ ആണ്. ഓക്കെ, സോ പുഷ് ആൻഡ് പുള്ള് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ ഷെറിൻ. ഓക്കെ, അപർണ ഇപ്പോൾ വന്നോളൂ. നീതു, അപർണ, ഷെറിൻ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷനിൽ ഒരു ടോപ്പിക്കാണ് പബ്ലിക് റിലേഷൻ. സോ പബ്ലിക് റിലേഷൻ പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രൊമോഷൻ ടൂളാണ് ആക്ച്വലി യൂസ് ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻ. സോ മെയിനായിട്ട് എന്തിനു വേണ്ടതെന്ന് വെച്ചാൽ അത് ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്. പ്രോഡക്റ്റിനെ കുറിച്ചൊരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. പബ്ലിക്കായിട്ട്, കസ്റ്റമറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, എംപ്ലോയി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻവെസ്റ്ററായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, മീഡിയ, സൊസൈറ്റി എല്ലാം. സോ അപ്പോൾ പബ്ലിക് റിലേഷൻ പറഞ്ഞാൽ മെയിനായിട്ട് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ വിത്ത് പബ്ലിക്. ഓക്കെ, സോ അതാണ് ആക്ച്വലി ഒരു പ്രൊമോഷൻ ടൂൾ ടെക്നിക്സ് ആൻഡ് സ്ട്രാറ്റജിയാണ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത്. പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അവിടെ പോസിറ്റീവായിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും പബ്ലിക്കും കസ്റ്റമറും എംപ്ലോയും ഇൻവെസ്റ്റേഴ്സും മീഡിയയും സൊസൈറ്റിയും ഒക്കെ ആയിട്ട്. ഓക്കെ, സോ അവിടെ എന്താ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അവിടെ പ്ലാൻഡ് ആൻഡ് കമ്പൈൻഡ് ഡിഫേർട്സ് ആണ് ആക്ച്വലി അവിടെ യൂസ് ചെയ്യുക. മെയിനായിട്ട് അവിടെ എന്ത് ചെയ്യുക? പബ്ലിക്കായിട്ട് എപ്പോഴും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു ഗുഡ് വില്ലാണ് മെയിൻ. ഗുഡ് വിൽ റെപ്യൂട്ടേഷൻ എന്നുള്ളതാണ് ഓർഗനൈസേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിൽ. ഓക്കെ, അപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ ഉദ്ദേശിച്ച് എല്ലാവരും വരിക, ഷെയർ ഹോൾഡർ, എംപ്ലോയി, കസ്റ്റമർ എല്ലാവരും വരും കേട്ടോ, ക്രെഡിറ്റേഴ്സ്. സോ പബ്ലിക് റിലേഷൻ പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഡെലിബറേറ്റ്ലി പറഞ്ഞാൽ കോൺഷ്യസ് ആയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് സസ്റ്റൈൻഡ് എഫക്റ്റീവ് എഫർട്ട് എടുത്ത് കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓർഗനൈസേഷനും പബ്ലിക്കും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ പബ്ലിക് റിലേഷൻ പറഞ്ഞാൽ എന്താണ്? ഡെലിബറേറ്റ്ലി പ്ലാൻഡും അതുപോലെ എഫേർട്ട് എടുത്ത് കറക്റ്റായിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക ഓർഗനൈസേഷനും പബ്ലിക്കുമായിട്ട്. നെക്സ്റ്റ് നേച്ചർ ഓഫ് പബ്ലിക് റിലേഷൻ പറഞ്ഞാൽ താഴെ പറയുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണം പറഞ്ഞാൽ നേച്ചർ ഓഫ് പബ്ലിക് റിലേഷൻ ആണ്. ഫസ്റ്റാണ് പ്ലാൻഡ് ആക്ടിവിറ്റി ആണ്. പ്ലാൻഡ് ആക്ടിവിറ്റീസ് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? കെയർഫുള്ളായി പ്ലാൻ ചെയ്യുക, ഓർഗനൈസേഷൻ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം. ഓക്കെ, അതേപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോസസ് പറഞ്ഞാൽ ആക്ച്വലി പബ്ലിക് റിലേഷൻ നമ്മൾ ഒറ്റ ടൈം ആക്ടിവിറ്റി ഇല്ല. പബ്ലിക് റിലേഷൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടേ ഇരിക്കണം. നെക്സ്റ്റ് ടു വേ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ ആക്ച്വലി രണ്ട് കമ്മ്യൂണിക്കേഷൻ പറയുന്നത് ആരൊക്കെ തമ്മിലുണ്ടാവുക? ഇറ്റ് ഇൻവോൾവ്സ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഓർഗനൈസേഷൻ പബ്ലിക്കും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. നെക്സ്റ്റ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് പറഞ്ഞാൽ മെയിൻ എയിം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട്. ഇമേജ് ബിൽഡിംഗ് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ എന്തിനെ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ ഒരു പോസിറ്റീവ് പബ്ലിക് ഇമേജ് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ മെയിൻ നേച്ചർ ഓഫ് പബ്ലിക് റിലേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാൻഡ് ആക്ടിവിറ്റി, കണ്ടിന്യൂസ് പ്രോസസ്, ടു വേ കമ്മ്യൂണിക്കേഷൻ, റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, ഇമേജ് ബിൽഡിംഗ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പബ്ലിക് റിലേഷൻ എന്താ നമുക്ക് നോക്കാം. മെയിനായിട്ട് ഗുഡ് വില്ല് റെപ്യൂട്ടേഷനും ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, പബ്ലിക് റിലേഷനോട് അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക ഓർഗനൈസേഷനിൽ.
ദെൻ ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക പബ്ലിക്കായിട്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി അവിടെ ലോയൽറ്റി ട്രസ്റ്റും കൂടെ ചെയ്യുക ഓർഗനൈസേഷൻ സൊസൈറ്റി തമ്മിൽ. അതേപോലെ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങൾ പബ്ലിക് റിലേഷൻ പ്രൊവൈഡ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്തെല്ലാം ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ആണോ കമ്പനിയുടെ ആക്ടിവിറ്റീസിനുള്ളതൊക്കെ ഫുള്ളായിട്ട് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്ത് ക്രൈസിസ് സിറ്റുവേഷൻസ് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ സോ പബ്ലിക്കായിട്ട് സ്മൂത്തായിട്ട് റിലേഷനായിട്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയി മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് പബ്ലിസിറ്റി കോൺഫ്ലിക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് മാനേജ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതേപോലെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് അതൊക്കെ എന്തെങ്കിലും പറ്റും ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പബ്ലിക് റിലേഷൻ ഒന്നുകൂടെ എഫേർട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്നുകൂടെ എഫക്റ്റീവ് ആക്കുക, ഇൻക്രീസ് ആക്കുക, ബ്രാൻഡ് റെക്കഗ്നീഷൻ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നേച്ചർ ഓഫ് പബ്ലിക് റിലേഷൻസ്. നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പബ്ലിക് റിലേഷൻ ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പബ്ലിക് റിലേഷൻ പറഞ്ഞാൽ മെയിനായിട്ട് എന്ത് ചെയ്യുക ഗുഡ് വില്ല് കൂട്ടുക, റെപ്യൂട്ടേഷൻ കൂട്ടുക, പബ്ലിക് റിലേഷനുള്ള ഇതിലൂടെ എന്ത് ചെയ്യുക ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക ഓർഗനൈസേഷനിൽ, മെയിനായിട്ട് ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇൻഫർമേഷൻസ് കൊടുക്കുക, ക്രൈസിസ് ഹാൻഡിൽ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ആണ്. ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പബ്ലിക് റിലേഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിയുമെന്ന് വെച്ചാൽ എന്തെല്ലാം ഇമ്പോർട്ടൻസ് ആണ് ആക്ച്വലി ഉള്ളതെന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പബ്ലിക് റിലേഷനിലൂടെ എന്നിട്ട് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ അതായത് അവർക്ക് ഒരു പോസിറ്റീവ് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതേപോലെ തന്നെ പോസിറ്റീവ് പെർസെപ്ഷൻ പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ പബ്ലിക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഓർഗനൈസേഷൻ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, ആ ഒരു ലോയൽറ്റി വിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, പ്രോഡക്റ്റിനുള്ളത് ആ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് സപ്പോർട്ട് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ പറഞ്ഞാൽ പബ്ലിക് റിലേഷനോട് വന്നിട്ട് അവിടെ എന്ത് ചെയ്യുക മെയിനായിട്ട് അഡ്വർടൈസിങ് അതർ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ആ അഡ്വർടൈസിങ്ങിലൂടെയും പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെ എന്ത് ചെയ്യുക പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, ദെൻ ഹെൽപ്സ് ഇൻ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്താ പബ്ലിക് റിലേഷനോട് വന്നിട്ട് എന്ത് ചെയ്യുക എന്തെങ്കിലും റൂമറും കാര്യങ്ങളുണ്ടെങ്കിൽ ഫുൾ മാനേജ് ചെയ്യുക, മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളുണ്ടെങ്കിൽ ഫുൾ മാനേജ് ചെയ്യുക, നെഗറ്റീവ് പബ്ലിസിറ്റി ഒക്കെ മാനേജ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രൈസിസ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ സ്ട്രെങ്തൻ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് ഇത് ഉദ്ദേശിക്കുന്നത് അവിടെ മെയിനായിട്ട് എന്ത് ചെയ്യുക നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക കസ്റ്റമറായിട്ടും എംപ്ലോയി ആയിട്ടും ഇൻവെസ്റ്ററായിട്ടും മീഡിയ ആയിട്ടും. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് റിലേഷൻസ് ഇംപ്രൂവ് കമ്പനീസ് റെപ്യൂട്ടേഷൻ, ബിൽഡ് പബ്ലിക് കോൺഫിഡൻസ്, സപ്പോർട്ട് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ, ഹെൽപ്സ് ഇൻ ക്രൈസിസ് മാനേജ്മെൻറ്റ്, സ്ട്രെങ്തൻ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ്. ദെൻ ഫംഗ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആണ് മീഡിയ പ്ലാറ്റ്ഫോം, മീഡിയ റിലേഷൻസ് ആണ്. ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക ന്യൂസ് പേപ്പറും ടെലിവിഷൻ ഡിജിറ്റൽ മീഡിയയൊക്കെ ആയിട്ട്. ദെൻ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക കമ്പനിയുടെ ആക്ടിവിറ്റീസിനെയും പോളിസീസിനെയും കുറിച്ച്. ഈവൻ മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ഓർഗനൈസ് ചെയ്യുക പ്രസ് കോൺഫറൻസ്, എക്സിബിഷൻ, സെമിനാർ, പ്രോഡക്റ്റ് ലോഞ്ച് ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക അവർ കറക്റ്റായി ഓർഗനൈസ് ചെയ്യുക. ദെൻ ക്രൈസിസ് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റി അങ്ങനെ എന്തെങ്കിലും കറക്റ്റായിട്ട് അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായി ഹാൻഡിൽ ചെയ്യുക. കമ്മ്യൂണിറ്റി റിലേഷൻ പറഞ്ഞാൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് എപ്പോഴും ബിൽഡപ്പ് ചെയ്യുക കമ്മ്യൂണിറ്റി ആയിട്ട് സൊസൈറ്റി ആയിട്ടും. ദെൻ ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക മാനേജ്മെൻറ്റ് ആയിട്ട് എംപ്ലോയീസ് ആയിട്ട് എംപ്ലോയി റിലേഷൻസ്. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെയാണ് ഫംഗ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ. എന്തൊക്കെയാണ് മീഡിയ റിലേഷൻസ്, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, ഈവൻ മാനേജ്മെൻറ്റ്, ക്രൈസിസ് മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി റിലേഷൻസ്, എംപ്ലോയി റിലേഷൻ. ദെൻ ടൂൾസ് ഓഫ് പബ്ലിക് റിലേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ആക്ച്വലി സർട്ടൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഗുഡ് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതിൽ ഫസ്റ്റ് ആണ് എന്തെല്ലാം ടൂൾസാണ് യൂസ് ചെയ്യുക പറഞ്ഞാൽ പ്രസ് റിലീസ് ചെയ്യുക, അതേപോലെ പ്രസ് കോൺഫറൻസ് കൊടുക്കുക, കമ്പനി പബ്ലിക്കേഷൻസ്, ന്യൂസ് ലെറ്റർ, CSR ആക്ടിവിറ്റീസ്, സോഷ്യൽ മീഡിയ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതേപോലെ സ്പോൺസർഷിപ്പ് കൊടുക്കുക, പബ്ലിക് സർവീസ് ആക്ടിവിറ്റീസ് നടത്തുക, CSR ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള പോലെ തന്നെ. അപ്പോൾ പബ്ലിക് റിലേഷൻ വരുന്ന അഡ്വാൻറ്റേജ് ആണ് ഒരു പോസിറ്റീവ് കമ്പനി ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, പ്രോഡക്റ്റിന് കസ്റ്റമറിനുള്ള ട്രസ്റ്റ് വന്നിട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യുക, അതേപോലെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കുറവാക്കുക, അഡ്വർടൈസിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക ബിൽഡപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ ലിമിറ്റേഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആക്ച്വലി അവിടെ എന്താ ലാക്ക് ഓഫ് കൺട്രോൾ ആണ് ആക്ച്വലി ഉള്ളത് മീഡിയയിൽ തന്നെ. ഓക്കെ, അതായത് ഒരു കൺട്രോൾ ചെയ്യാൻ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ അങ്ങനെ ലാക്ക് ഓഫ് ഫുൾ കൺട്രോൾ. ദെൻ റിസൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഡിഫിക്കൽട്ടാണ് മെഷർ ചെയ്യാൻ, കറക്റ്റായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല, ടൈം കൺസ്യൂമിംഗ് ആണ്, ലോട്ട് ഓഫ് ടൈമാണ് എടുക്കുക, അതേപോലെ നെഗറ്റീവ് പബ്ലിസിറ്റി വരിക, അപ്പോൾ അത് പെട്ടെന്ന് സ്പ്രെഡ് ആകുക. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ പറയുന്നത്. ഇനി എക്സാമ്പിൾ ഓഫ് പബ്ലിക് റിലേഷൻ മെയിനായിട്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ കമ്പനി ഓർഗനൈസ് ചെയ്യുക ഫ്രീ മെഡിക്കൽ ക്യാമ്പും ഇതൊക്കെ പബ്ലിക്കിന് വേണ്ടി ഓർഗനൈസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസൊക്കെ. അതുപോലെ മീഡിയ അപ്പോൾ എന്ത് ചെയ്യും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുക ഈ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ഇമേജ് വന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യുക, സൊസൈറ്റി ഗുഡ് വില്ലും സൊസൈറ്റിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മെയിനായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ കമ്പനി ഓർഗനൈസ് ചെയ്യുക ഫ്രീ മെഡിക്കൽ ക്യാമ്പൊക്കെ പബ്ലിക്കിന് വേണ്ടി എന്ത് ചെയ്യുക ഓർഗനൈസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസൊക്കെ, മീഡിയ റിപ്പോർട്ട് ചെയ്യുക ഈ ആക്ടിവിറ്റീസൊക്കെ. അപ്പോൾ ഇതിലൂടെ കമ്പനിയിൽ അങ്ങനെ മീഡിയ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ ഇമേജും ഗുഡ് വില്ലും കൂടും. ഓക്കെ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ അപ്പോൾ എന്തായിരുന്നു പബ്ലിക് റിലേഷൻ പറഞ്ഞാൽ ഒരു പ്രൊമോഷണൽ ടൂൾസ് ആൻഡ് സ്ട്രാറ്റജി ആൻഡ് ടെക്നിക്സ് ആണ്. ഓർഗനൈസേഷനാണ് അത് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടതെന്ന് വെച്ചാൽ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമേജും ഗുഡ് റിലേഷൻഷിപ്പും വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പബ്ലിക്കായിട്ടും കസ്റ്റമറും എംപ്ലോയും ഇൻവെസ്റ്ററും മീഡിയ സൊസൈറ്റി ആയിട്ടും.
അവർ മെയിനായിട്ട് പ്ലാൻഡ് ആൻഡ് കണ്ടിന്യൂസ് എഫേർട്ടാണ് ആക്ച്വലി എടുക്കുന്നത്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഗുഡ് വില്ലും ക്രിയേറ്റ് ചെയ്യുക ഓർഗനൈസേഷൻ സ്റ്റേക്ക് ഹോൾഡറും തമ്മിൽ. അപ്പോൾ പബ്ലിക് റിലേഷൻ പറഞ്ഞാൽ എന്താണ്, അവിടെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക, അതേപോലെ എഫേർട്ട് എടുക്കുക, നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം ഓർഗനൈസേഷൻ പബ്ലിക് തമ്മിൽ. നേച്ചർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാൻഡ് ആക്ടിവിറ്റി, കണ്ടിന്യൂസ് പ്രോസസ്, ടു വേ കമ്മ്യൂണിക്കേഷൻ, റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, ഇമേജ് ബിൽഡിംഗ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പബ്ലിക് റിലേഷൻസ് അതൊക്കെയാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് റിലേഷൻ, ഇംപ്രൂവ് കമ്പനി റെപ്യൂട്ടേഷൻസ്. നെക്സ്റ്റ് ബിൽഡ് പബ്ലിക് കോൺഫിഡൻസ്, സപ്പോർട്ട് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ, ഹെൽപ്സ് ഇൻ ക്രൈസിസ് മാനേജ്മെന്റ്, സ്ട്രെങ്തൻ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ്. ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ, മീഡിയ റിലേഷൻസ്, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, ഈവന്റ് മാനേജ്മെന്റ്, ക്രൈസിസ് മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി റിലേഷൻസ്, എംപ്ലോയി റിലേഷൻസ്. ടൂൾസ് ആണ് ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? നീതു, അപർണ, ഷെറിൻ ക്ലിയർ ആയോ? ഓക്കെ, എൻ്റെ ഒപ്പം ക്വസ്റ്റ്യൻ ചെയ്ത് വന്നോളൂ. പുഷ് സ്ട്രാറ്റജി മെയിൻലി ഫോക്കസ് ഓൺ ഫൈനൽ കൺസ്യൂമേഴ്സ്, ഇന്റർമീഡിയറീസ്, ഗവൺമെന്റ് കോമ്പറ്റീറ്റേഴ്സ്. ദാറ്റ് ഈസ് ആരായിരുന്നു? ഇന്റർമീഡിയറീസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻ പുഷ് സ്ട്രാറ്റജി പ്രോഡക്റ്റ് ആർ പ്രൊമോട്ടഡ് ത്രൂ. ഇതിലൂടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക റീറ്റെയിൽ ആൻഡ് ഹോൾസെയിലർ, ഓൺലി കൺസ്യൂമർ, സോഷ്യൽ മീഡിയ, ഡയറക്ട് മാർക്കറ്റിംഗ്. ദാറ്റ് ഈസ് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിലർ. ഓപ്ഷൻ എ. വിച്ച് പ്രൊമോഷൻ ടൂൾ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ പുഷ് സ്ട്രാറ്റജി? അഡ്വർടൈസിംഗ്, പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിക് റിലേഷൻ, പബ്ലിസിറ്റി. ഇതിലായിരുന്നു പേഴ്സണൽ സെല്ലിംഗ്. ഓക്കെ, പുൾ സ്ട്രാറ്റജി മെയിൻലി ടാർഗറ്റ് ആരെയാണ് ടാർഗറ്റ് ചെയ്യുക? റീറ്റെയിൽ, ഹോൾസെയിൽ, കൺസ്യൂമർ, ഡിസ്ട്രിബ്യൂഷൻ, ദെൻ കൺസ്യൂമേഴ്സ്. വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് ടൂൾ ഓഫ് പുൾ സ്ട്രാറ്റജി? ട്രേഡ് ഡിസ്കൗണ്ട്, ഡീലർ ഇൻസെറ്റീവ്സ്, അഡ്വർടൈസിംഗ്, റീറ്റെയിൽ പ്രൊമോഷൻ. ദാറ്റ് ഈസ് എന്തായിരുന്നു? അഡ്വർടൈസിംഗ്. പുൾ സ്ട്രാറ്റജി എയിംസ് ടു റെഡ്യൂസ് പ്രോഡക്റ്റ് പ്രൈസ്, ക്രിയേറ്റ് കൺസ്യൂമർ ഡിമാൻഡ്, ഇൻക്രീസ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഇൻക്രീസ് ഡീലർ കമ്മീഷൻ. പുൾ സ്ട്രാറ്റജിയുടെ മെയിൻ എയിം എന്താണ്? കൺസ്യൂമർ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുഷ് സ്ട്രാറ്റജി മൂവ്സ് പ്രോഡക്റ്റ് ഏതിലൂടെയാണ് പ്രോഡക്റ്റ് മൂവ് ചെയ്യണേ? കൺസ്യൂമർ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ഗവൺമെൻറ് ഏജൻസി, ഓൺലൈൻ പ്ലാറ്റ്ഫോം. പുഷ് സ്ട്രാറ്റജി ഏതിലൂടെയാണ് പ്രോഡക്റ്റ് മൂവ് ചെയ്യിപ്പിക്കുന്നത്? ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ. എ കമ്പനി അഡ്വർടൈസിങ് ഹെവിലി ടു മേക്ക് കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ്. അതിൽ എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? കമ്പനി അഡ്വർടൈസിങ് മെയിനായിട്ട് എന്തിനാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? എന്താണ്? പുഷ് സ്ട്രാറ്റജി, ഡയറക്റ്റ് സെല്ലിംഗ്, പേഴ്സണൽ സെല്ലിംഗ്. ദാറ്റ് ഈസ് പുൾ സ്ട്രാറ്റജി. കോമ്പിനേഷൻ ഓഫ് പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജി പറയുമ്പോൾ എന്താണ്? മാർക്കറ്റിംഗ് മിക്സ്, പ്രൊമോഷൻ മിക്സ്, പുഷ് പുൾ മിക്സ്, സെയിൽസ് മിക്സ്. പുഷ് പുൾ മിക്സ് ആണ്. ഡീലർ ഇൻസെൻറ്റീവ്സ് മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പുൾ സ്ട്രാറ്റജി, അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി, പബ്ലിക് റിലേഷൻ സ്ട്രാറ്റജി. ഡീലർ ഇൻസെൻറ്റീവ്സ് മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് അവിടെ പുൾ സ്ട്രാറ്റജിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പബ്ലിക് റിലേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോഡക്റ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇൻക്രീസ് ഇൻവെൻട്രി, ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പബ്ലിക് റിലേഷൻ മെയിൻലി കൺസിഡർ അവിടെ എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ബിൽഡിംഗ് കമ്പനി ഇമേജ്, പ്രൊഡക്ഷൻ പ്രോസസ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എന്താണ്? കമ്പനി ഇമേജ് ബിൽഡപ്പ് ചെയ്യുക. പബ്ലിക് റിലേഷൻ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ബിൽഡ് ഗുഡ് വിൽ, ഇൻക്രീസ് ടാക്സസ്, റെഡ്യൂസ് എംപ്ലോയീസ്, ഇൻക്രീസ് പ്രൊഡക്ഷൻസ്. പബ്ലിക് റിലേഷൻ മെയിനായിട്ട് എന്തിനാണ്? ദാറ്റ് ഈസ് അവിടെ ഗുഡ് വിൽ ബിൽഡ് ചെയ്യാനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പബ്ലിക് റിലേഷൻ ടൂൾ? ഏതാണ്? പ്രസ് റിലീസ്, പ്രൈസ് റിഡക്ഷൻ, ട്രേഡ് ഡിസ്കൗണ്ട്, പാക്കേജിംഗ്. ഇതിൽ ഏതാണ് പബ്ലിക് റിലേഷൻ ടൂൾ എന്ന്? ദാറ്റ് ഈസ് അവിടെ പ്രസ് റിലീസ് ആണ്. ഓക്കെ, ദെൻ പബ്ലിക് റിലേഷൻ പറഞ്ഞാൽ എന്താണ്? അതായത് ഷോർട്ട് ടേം ആക്ടിവിറ്റി, വൺ ടൈം ആക്ടിവിറ്റി, കണ്ടിന്യൂസ് പ്രോസസ്, സീസണൽ പ്രോസസ്. എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ദെൻ നെക്സ്റ്റ് ആണ് വിച്ച് ആക്ടിവിറ്റി ഈസ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ? ഇതിൽ ഏത് ആക്ടിവിറ്റിയാണ് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ? പ്രസ് കോൺഫറൻസ്, പ്രൈസ് ഫിക്സിംഗ്, ഇൻവെൻട്രി കൺട്രോൾ, കോസ്റ്റ് അക്കൗണ്ടിങ്. ഇതിൽ ഏത് ആക്ടിവിറ്റിയാണ് ആക്ച്വലി പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്? ദാറ്റ് ഈസ് പ്രസ് കോൺഫറൻസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പബ്ലിക് റിലേഷൻ ഹെൽപ്സ് ആൻഡ് ഓർഗനൈസേഷൻ ടു. പബ്ലിക് റിലേഷൻ എന്തിനാണ് ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്? എന്ത് ചെയ്യാൻ? അത് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുക, പോസിറ്റീവ് പബ്ലിക് ഇമേജ് ബിൽഡപ്പ് ചെയ്യുക, മാർക്കറ്റിംഗ് കുറയ്ക്കുക, കോമ്പറ്റീറ്റേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുക. മെയിനായിട്ട് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷനെ? ദാറ്റ് ഈസ് അവിടെ പബ്ലിക് ഇമേജ് ബിൽഡപ്പ് ചെയ്യാനാണ്. പബ്ലിക് റിലേഷനിൽ മെയിൻലി എന്താ ഇൻക്ലൂഡ് ചെയ്യുക? വൺ വേ കമ്മ്യൂണിക്കേഷൻ, ടു വേ കമ്മ്യൂണിക്കേഷൻ, നോ കമ്മ്യൂണിക്കേഷൻ, ഫിനാൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് ഈസ് ടു വേ കമ്മ്യൂണിക്കേഷൻ. ഹാൻഡ്ലി നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ളത് എന്തിൻ്റെ പാർട്ടാണ്? അഡ്വർടൈസിംഗ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻ, പ്രൈസ് സ്ട്രാറ്റജി. ദാറ്റ് ഈസ് പബ്ലിക് റിലേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസ് ആണത് മെയിൻലി എന്തിനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്? അതായത് മെയിൻലി മെഷീൻസ്, എംപ്ലോയീസ്, പബ്ലിക് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, റോ മെറ്റീരിയൽസ്. പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസ് മെയിൻലി ആരൊക്കെ ഡയറക്റ്റ് ചെയ്യണത്? പബ്ലിക്കിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനുമാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപർണ, നീതു,
ഷെറിൻ ക്ലിയർ ആയോ? സോ നമ്മൾ ഇന്ന് എടുത്ത ടോപ്പിക്ക് പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജി ആണ്. ദെൻ പബ്ലിക് റിലേഷൻ ആണ്. സോ മൊഡ്യൂൾ 9 കംപ്ലീറ്റ് ആയി. വളരെ നന്നായി പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. മൊഡ്യൂൾ 1 തൊട്ട് മൊഡ്യൂൾ 9 വരയ്ക്കും നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, എക്സാമിൻ്റെ ഡേ ആവാൻ ഇനി വെയിറ്റ് ചെയ്യരുത്. വളരെ ഡേയ്സുള്ള നമ്മുടെ മുന്നിലുള്ളൂ. നന്നായി പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം ക്രാക്ക് ചെയ്തെടുക്കണം. എംഫേവറിൻ്റെ റാങ്ക് ഹോൾഡേഴ്സായിട്ട് എല്ലാവരും മാറണം. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു നീതു, അപർണ, ഷെറിൻ. സോ നന്നായി പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു. റിവിഷൻ ഉണ്ടാകും കേട്ടോ. റിവിഷൻ നടത്തുവേ. നമുക്ക് ഓരോ ടോപ്പിക്കിൻ്റെ ഇടയിൽ തന്നെ റിവിഷനും കൊണ്ടുപോകാം കേട്ടോ. ഉണ്ടാവും. അതിനുപരി നിങ്ങൾ മൊഡ്യൂൾ 1 തൊട്ട് തന്നെ മൊഡ്യൂൾ ലാസ്റ്റ് വരയ്ക്കും വളരെ നന്നായി പഠിക്കുക. ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓക്കെ, താങ്ക് യു അപർണ, നീതു, ഷെറിൻ. Thank you all. Study well and practice all the questions. Okay.